സ്വദേശ് ദർശൻ പദ്ധതിക്ക് കീഴിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന ആലപ്പുഴ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. കെ.സി. വേണുഗോപാൽ എം.പിക്കൊപ്പം ആലപ്പുഴ ബീച്ചിലെ നിർമ്മാണ മേഖല സന്ദർശിച്ച് വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർവഹണ ഏജൻസി നൽകിയിരിക്കുന്ന സമയം സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഇത് പൂർത്തിയാക്കും എന്നുള്ളതാണ്. അത് ബീച്ചിൻ്റെ നവീകരണം, കനാൽ നവീകരണം, നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ നിർമ്മാണം, ഇത് മൂന്നുമാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അനുവദിക്കപ്പെട്ട ഒരു ഫണ്ടായിരുന്നു. നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പ്രത്യേക റിവ്യൂ എടുത്തത്. അപ്പോൾ അത് സെപ്റ്റംബറിൽ പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നും കനാലിൽ ഒരു ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടി, അല്ലെങ്കിൽ അത് പോള വന്ന് നിറഞ്ഞ് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് അതുകൂടി നടപ്പിലാക്കാൻ ഇന്നത്തെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് അഡീഷണൽ ആയിട്ട് ചെയ്യും. കനാലിലെ പോള നീക്കി ശുചീകരിക്കാനും ഹൗസ് ബോട്ട് ടെർമിനലിലേക്കുള്ള റോഡുകൾ നന്നാക്കാനും ടൂറിസം വകുപ്പിൽ നിന്ന് ഫണ്ട് ചെലവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള സംസ്ഥാന സർക്കാർ ഗ്രാന്റ് 2 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ 1 കോടി രൂപയാണ് സർക്കാർ ഗ്രാന്റ്. സ്വദേശ് ദർശൻ പദ്ധതി 100 കോടി രൂപയുടെ പദ്ധതിയാണെന്നും എത്രയും വേഗം പദ്ധതി പൂർത്തിയാക്കുമെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം 100 കോടിയോളം രൂപ നമുക്ക് അനുവദിച്ചു തന്നു. അത് പ്രധാനപ്പെട്ട കോമ്പണന്റ് എന്ന് പറയുന്നത് ആലപ്പുഴയുടെ കനാലുകളുടെ നവീകരണം, ആലപ്പുഴയുടെ കടപ്പുറത്തിൻ്റെ നവീകരണം, ബീച്ച് നവീകരണം, പിന്നെ നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ടുള്ള ഹൗസ് ബോട്ട് ടെർമിനലുകളുടെ അതിൻ്റെ ഒരു ടെർമിനലിൻ്റെ വികാസം, ഈ 3 കോമ്പണൻ്റാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അത് നിങ്ങൾക്കറിയാം, ഞങ്ങളിന്ന് മന്ത്രി വന്നു ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് വിലയിരുത്തിയപ്പോൾ 10% പ്രോഗ്രസ് മാത്രമേ പ്രവർത്തനത്തിൽ കാര്യമായിട്ടുണ്ടായിട്ടുള്ളൂ. മാർച്ച് 31 തീരേണ്ട പദ്ധതി ഇത്രയും ഇഴഞ്ഞു പോയതിൽ ശക്തമായിട്ടുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം മന്ത്രി മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കും മന്ത്രി ഉദ്യോഗസ്ഥന്മാരെയും കൂടെ കൂട്ടി അക്കാര്യത്തിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ടൂറിസം സെക്രട്ടറി അക്കാര്യത്തിലൊരു മേൽനോട്ടം വഹിച്ച് ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കും. ആലപ്പുഴ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിലും ഇരുവരും പങ്കെടുത്തു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, ആലപ്പുഴ എം.എൽ.എ. എ.ഡി. തോമസ്, ജില്ലാ കളക്ടർ ഷാജി വി. നായർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അവിടെ വന്ന് വിശ്രമിക്കാനും